സാർ ഞാൻ റീസെന്റ് DHT വിന്നറാണ്. ഞാൻ സാറിന്റെ ഓൺലൈൻ ക്ലാസ് ഒരു ക്രാഷ് കോഴ്സാണ് അറ്റൻഡ് ചെയ്തത്. ജനുവരിയിലെ ക്രാഷിന് ഞാൻ വന്നായിരുന്നു. സാറിന്റെ തിയറി ക്ലാസ്സും ക്രാഷ് കോഴ്സും എനിക്ക് ഒരുപോലെ എഫക്റ്റീവ് ആയിരുന്നു. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് ക്രാഷ് കോഴ്സ് വന്നിരിക്കുന്ന അറിയാം. മണ്ടത്തരത്തിനൊക്കെ നമ്മൾ കൈ വെക്കുമ്പം സാറ് പറഞ്ഞ എക്സ്പ്ലനേഷൻ സഹിതം പറഞ്ഞു തരും. എന്തുകൊണ്ട് ആ ഉത്തരം വന്നില്ല, എന്തുകൊണ്ട് ഈ ഉത്തരം വന്നു എന്നുള്ളത്. അത് നമ്മൾ ആ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോ എത്ര ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണെങ്കിലും സാറിന്റെ മുഖമായിരുന്നു എന്റെ മനസ്സിൽ. സാറായിരുന്നെങ്കിൽ ഈ ഓപ്ഷൻ എന്ത് ഉത്തരം സെലക്ട്, ഈ ഒരു ചോദ്യത്തിന് എന്ത് ഉത്തരം സെലക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ കുറെ ഇരുന്ന് ചിന്തിച്ച് പിന്നെ എനിക്ക് ഇനി എഴുതാൻ പോകുന്നവരോട് പറയാനുള്ളത്, ആരും ധൃതി വെച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് പോകരുത്. കാരണം ക്വസ്റ്റ്യൻസ് സാറ് പറയുന്ന പോലെ തന്നെ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ചിലപ്പോൾ എല്ലാ ഉത്തരവും ഇതിന്റെ ആൻസർ ആണെന്ന് തോന്നിപ്പോകും. അപ്പം ചിന്തിച്ചിട്ടൊക്കെ എല്ലാവരും ആൻസർ ചെയ്യാവുള്ളൂ. പിന്നെ എന്തായാലും സാറിന്റെ ക്രാഷ് കോഴ്സ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഓൺലൈൻ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ക്രാഷ് അറ്റൻഡ് ചെയ്യാതെ ഒരിക്കലും എക്സാം എഴുതാൻ പോകരുത്. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാറ് ക്രാഷ് കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് എക്സാമിന് വളരെ എഫക്റ്റീവ് ആണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ചിലവർ ഓൾറെഡി ക്രാഷ് കോഴ്സിന്റെ ഡേറ്റ് നോക്കാതെ എക്സാം ബുക്ക് ചെയ്തിട്ട് എക്സാം ഡേറ്റ് എടുത്തിട്ട് വരും. ഒരിക്കലും സാറിന്റെ ക്രാഷ് കോഴ്സ് കംപ്ലീറ്റ് തീരാതെ പോയി ഒരു ദിവസം അത് മിസ്സാക്കിയിട്ട് പോയിരുന്ന എക്സാം എഴുതരുത്. കാരണം ലാസ്റ്റത്തെ 2 to 3 days വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കുക.